കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, so welcome to IGNO Focus 5.0 previous year question paper ultimate analysis. So നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രാറ്റജിക്കലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി എങ്ങനെ നമ്മൾ നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന ഡിസംബറിൽ നമ്മുടെ ടെർമിനൽ ആൻഡ് എക്സാമിനേഷൻസിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവണം, ആ ഒരു കാര്യമായിരിക്കും അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിലൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ആക്ച്വലി നമ്മൾ എത്രത്തോളം സ്ട്രാറ്റജിക് ആയിട്ട് എത്രത്തോളം ഡെപ്ത് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം, എത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് റെക്കറൻസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ എങ്ങനെ ടൈം മാനേജ് ചെയ്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഈ ബേസിസിലല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ സിലബസും നമ്മുടെ ചേഞ്ചസും എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ നമുക്ക് ഇനീഷ്യലി ചെയ്യാനുള്ളത് സിലബസ് മാപ്പിംഗ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഓരോ പേപ്പറിനെയും ഓരോ കോഴ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഏത് ബ്ലോക്കാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിട്ട് പോകേണ്ടത്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം, ഓരോ ബ്ലോക്കിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, ആ ഒരു ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പോയിന്റ്സ് ആണ്. ഇപ്പൊ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന പോലെ ആവില്ല നമ്മളൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അവിടെ എല്ലാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ദെൻ എത്രത്തോളം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതിന്റെ ബേസിസിൽ ഏത് ടോപ്പിക്കാണ് പ്രോബബിലിറ്റി, ഏത് ടോപ്പിക്കാണ് പ്രോബബിലി കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, സോ ഏത് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഒട്ടും എന്ത് ചെയ്യണം, മിസ് ചെയ്യാതെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് പോകണം, ഓരോ ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്ത് പോകേണ്ടത്, അതായത് ഓരോ യൂണിറ്റിനും വരുന്ന വെയിറ്റേജ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ മാറുന്ന ആ ഒരു പാറ്റേൺസും അതിന്റെ എല്ലാം ബേസിസിൽ നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ദെൻ മെത്തഡോളജി കോൾ ഔട്ട് ആണ്. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്ത് നമ്മുടെ സിലബസ് അനലൈസ് ചെയ്ത് നമ്മുടെ ഈ മാറി വരുന്ന ഈ പാറ്റേൺസ്, ഈ ചേഞ്ചസ് എല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓവറോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഓവറോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നോക്കണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്രയും ഈ ചേഞ്ചസും എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതെന്താണ്, സോ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിക് മെത്തേഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഓരോ ടോപ്പിക്സ് കവർ ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം, സിസ്റ്റമാറ്റിക് ആയിട്ട് സോ നമുക്ക് എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ നമ്മുടെ എക്സാംസ് നമുക്ക് കവർ ചെയ്ത് പോകാം, സ്ട്രെസ് റിലീഫ് ചെയ്ത് കണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, ആ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ഇനീഷ്യലി എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസംബർ 2024ലെയും ജൂൺ 2025ലെയും
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിന്റെ ബേസിസിൽ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഹൈ എന്ന് പറയുമ്പോൾ മോർ ദാൻ 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ടാകും. മീഡിയം ആണെങ്കിൽ 5 to 9 ടൈംസ് ആയിരിക്കും അപ്പിയർ ചെയ്തിട്ടുണ്ടാവുന്നത്. ലോ ആണെങ്കിൽ ലെസ് ദാൻ 5 ടൈംസ് ആയിരിക്കും. സോ നമ്മുടെ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് എന്ന ബ്ലോക്കിനകത്ത് യൂണിറ്റ് 3യിൽ നിന്നും ഹ്യൂമൻ ആൻഡ് എൻവിറോൺമെന്റൽ സേഫ്റ്റി അസസ്മെന്റ് ബിഫോർ യൂസ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഒരു തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 4 ഹാംഫുൾ എഫക്റ്റിലെ ടോക്സിസിറ്റി ടു വൈൽഡ് ലൈഫിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് 4ൽ തന്നെ ലോക്കൽ എൻവിറോൺമെന്റ്സ് എഫക്റ്റ് ആൻഡ് സ്മോഗ് വേഴ്സസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആ ഒരു കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് എല്ലാം എഴുതുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹാംഫുൾ എഫക്റ്റ്, ഗ്ലോബൽ എഫക്റ്റ്, ഓസോൺ ഡെപ്ലീഷൻ, CFCs, HONO മെക്കാനിസംസ് ഈ കാര്യങ്ങൾ 2 തവണ ചോദിച്ചിട്ടുണ്ട്. സോ മെയിൻലി നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാതും ഒരു ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ നമുക്ക് സോ അതിന്റെ ബേസിസിൽ ഇപ്പൊ നമുക്ക് ബ്ലോക്ക് 2 അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. സോ ഈ ഒരു ഡാറ്റയുടെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് ആണത്. ബ്ലോക്ക് 1 നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബ്ലോക്ക് 2 ആപ്ലിക്കേഷൻസ് എന്ന ബ്ലോക്കിനകത്തുനിന്ന് അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഓക്കെ ആ ഒരു ബേസിസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഹീറ്റ് മാപ്പിന്റെ രൂപത്തിൽ കാണിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്സ് ഹൈ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് അപ്പിയറൻസ് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഒരു ടോപ്പിക്കാണ് ഓക്സിഡന്റ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് ക്ലോറിൻ ഫ്രീ ഡിലൈനിഫിക്കേഷൻ എന്നുള്ളത്. സോ അതിനകത്ത് ഏതും കൂടെ ഇൻക്ലൂഡഡ് ആണ് TAML എല്ലാം യൂസ് ചെയ്തിട്ട് പൾപ്പ് ഇൻഡസ്ട്രീസിലും പേപ്പർ ഇൻഡസ്ട്രീസിലും വരുന്ന ആ ഒരു കാര്യമാണത്. ആക്ടിവേറ്റേഴ്സ് യൂസ് ചെയ്ത് കണ്ട് എങ്ങനെ നമുക്ക് ഗ്രീനർ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അത്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ മെക്കാനിസം. സോ അതിനകത്ത് ഒരുപാട് റിയാക്ഷൻസ് എല്ലാം വരുന്ന ഒരു ടോപ്പിക്കാണ്. അതൊരു ചെയിൻ റിയാക്ഷൻ എല്ലാം വന്ന് ഫൈനലി അത് എന്തിലോട്ട് എത്തുന്നുണ്ട്, ആ ഒരു കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലോട്ട് എത്തുന്ന അത്തരം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അത് CFCsന്റെ കാര്യം HONO റൂട്ടും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ദെൻ കറ്റാലിസിസ് ഇൻ ഗ്രീൻ കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ അതിന്റെ ഡയറക്റ്റ് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രിയുടെ അഡ്വാൻറ്റേജസും വരുന്നുണ്ട്. ഇപ്പം കാറ്റാലിസിസിലോട്ട് ആ ഒരു ടോപ്പിക്കിനകത്ത് പെർട്ടിക്കുലർലി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഗ്രീനർ സിന്തസിസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ആ ടോപ്പിക്സ് എല്ലാം ആ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കിനകത്ത് നമ്മൾ കവർ ചെയ്യണം. ദെൻ അടുത്തൊരു ടോപ്പിക് ആയിട്ട് വരുന്നത് ബയോഡിഗ്രേഡബിൾ പോളി ആസ്പാർട്ടേറ്റിന്റെ കേസ് ആണ്. അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ പ്രോസ് കോൺസ്, അതിന് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ്, ഇതെല്ലാം എന്താണ് വിത്ത് എക്സാമ്പിൾസ് തന്നെ ഓരോ ക്വസ്റ്റ്യനും ചോദിക്കുമ്പോൾ വിത്ത് എക്സാമ്പിൾസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ സോ ഇനി നമുക്ക് ഇപ്പം ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ടിപ്പിക്കലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 10 to 15 മാർക്ക് ആയിരിക്കും. സോ അതിനകത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ഡെഫിനീഷൻസ്, പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾസ്, മെക്കാനിസംസ്, എക്സാമ്പിൾസ് എന്താണെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഡയഗ്രാംസോ അല്ലെങ്കിൽ ഇക്വേഷൻസോ വരുന്ന ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ ഡയഗ്രത്തിന് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം, പ്രോപ്പർലി ലാബിൾഡ് ആയിരിക്കണം ആ ഒരു ഡയഗ്രാം. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഡയഗ്രാംസ് ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിന്തസിസ് ഓഫ് ഐബുപ്രൂഫൻ വരുന്നുണ്ട്. സോ ആ ഒരു ഐബുപ്രൂഫന്റെ മെക്കാനിസം നമ്മൾ എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, സിന്തസിസ് ഓഫ് ഐബുപ്രൂഫൻ. അതുപോലെ അതിനകത്ത് ഓരോ കോമ്പൗണ്ട്സിനും ഒരു പേരുണ്ടാകും, ആ പേര് നമ്മൾ കൊടുക്കുക. ഫൈനലി ഐബുപ്രൂഫന് എന്ത് ചെയ്യാം, അതിനും ലാബിൽ കൊടുക്കാം. അങ്ങനെ പ്രോപ്പർലി ലാബിൽ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം, ലോങ് ആൻസർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ലാബിൽ ചെയ്തിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 മാർക്സ് ആണ്, 4 to 6 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ
അതിനകത്ത് വളരെ കൺസൈസ് ആയിട്ടുള്ള ഡെഫിനേഷൻസ്, ഒരു 2 or 3 ബുള്ളറ്റ് പോയിന്റ്സ് വിത്ത് 1 or 2 എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അതായത് ഒരു 120 വേർഡ്സിൽ ഓവറോൾ കംപ്ലീറ്റ് ആൻസറും കവർ ചെയ്യുന്ന രീതിയിൽ. ഇനി ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇപ്പം ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആറ്റം എക്കോണമി, ഈ ഫാക്ടർ, ഇതെല്ലാം എന്ത് ചെയ്യാം, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടും ചോദിക്കാം, ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിട്ടും ചോദിക്കാം. അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി എല്ലാം തന്നിട്ട് ജസ്റ്റ് അതിനകത്ത് നിന്നുള്ള ഡാറ്റാസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളടുത്ത് ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു ഗ്രീനർ ടെക്നോളജിയോ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ വരുമ്പം കുറച്ച് ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. അതിനെ നമ്മുടെ ഗ്രീൻ പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്യാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ദെൻ നമ്മുടെ വേർഡ്സിൽ ജസ്റ്റ് ആ ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യാനും കൂടെ നോക്കുക. അങ്ങനെ ഒരു 180 വേർഡ്സിലെല്ലാം ആ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. ദെൻ ന്യൂമറിക്കൽ എസ്റ്റിമേഷനിലോട്ട് വരുമ്പോൾ പ്രോബ്ലംസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 4 to 8 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒബീവിയസ് ആയിട്ടും എന്താണെങ്കിലും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യാം. അതായത് ഇനീഷ്യലി നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന്റെ ഇപ്പൊ ആറ്റം എക്കോണമി റിലേറ്റഡ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആറ്റം എക്കോണമി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാകും പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ. ആ വാല്യൂസ് എല്ലാം എടുത്തെഴുതുക. അതിനെല്ലാം സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ അത് സോൾവ് ചെയ്യുന്നത് കാണിക്കുക. ദെൻ ഫൈനൽ ആൻസർ ഇത്ര പെർസെന്റേജ് ആണെന്ന് പറയാം. ജസ്റ്റ് ഒരു 1 ലൈനിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആറ്റം എക്കോണമി ഫോർ ദിസ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോർ സച്ച് പ്രോസസ് ദിസ് മച്ച് പെർസെന്റേജ്. അത് എന്താണ് ആറ്റം എക്കോണമി, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് ഒരു 1-2 വാക്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ആണ്. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് മേ ബി എക്സ്പെക്ട് ചെയ്യാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ലോങ് ആൻസർ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ആക്ച്വലി അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം ഡീപ്പ് ആയിട്ടുള്ള നോളേജ് ഉണ്ട്, ആ ഒരു പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയാവുന്ന പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻസോ മെക്കാനിസംസോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ മെക്കാനിസം റിയാക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഡയഗ്രാംസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതൊന്ന് എഴുതുക. അങ്ങനെ അറൌണ്ട് ഒരു 300 വേർഡ്സിലായിരിക്കണം നമ്മുടെ ഓവറോൾ ആ ഒരു ലോങ് ആൻസറിന്റെ കംപ്ലീറ്റ് ആൻസർ നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇനി ഷോർട്ട് ആൻസറിലോട്ട് വരുമ്പം ഒരു 4 to 6 മാർക്കിനായിരിക്കും ഷോർട്ട് ആൻസേഴ്സ് വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിനകത്ത് നമുക്ക് ഡെഫിനേഷൻസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം, കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം, എക്സാമ്പിൾസോ ന്യൂമറിക്കൽ മെൻഷൻസോ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ എന്താണ് ചില വേർഡ്സ് എല്ലാം ഒന്ന് സ്പെസിഫൈ ചെയ്യുക, ഒന്ന് പ്രത്യേകം എടുത്ത് കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓവറോൾ ആ ഒരു ഷോർട്ട് ആൻസറിന് ഒരു 120 വേർഡ്സ് ആയിരിക്കും. 120 വേർഡ്സിൽ മാക്സിമം നമ്മൾ ആ ആൻസർ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി പോലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇനീഷ്യലി ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് തന്നെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻസോ നമ്മുടെ കാര്യങ്ങളോ എഴുതുന്നതിന്റെ മുന്നായിട്ട് അതിന് ആ ഒരു പെർട്ടിക്കുലർ കേസിന് ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രീനർ ആൾട്ടർനേറ്റീവ്സ് ഇതാണ്, ആ ഗ്രീനർ ആൾട്ടർനേറ്റീവ്സിന്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രീനർ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ആ ഒരു റിയാക്ഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടക്കത്തിലേ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ആ ഗ്രീനർ ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആൻസറിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, പ്രിൻസിപ്പിൾസും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് നമുക്ക് നമ്മളേതായ രീതിയിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാം. ഫൈനലായിട്ട് നമ്മുടെ വേർഡ്സിൽ നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ന്യൂമറിക്കൽ എസ്റ്റിമേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫോർമുല കാണിക്കണം.
ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്തെഴുതണം. ദെൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ നമ്മൾ സോൾവ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും നമ്മൾക്ക് ക്വസ്റ്റിനകത്ത് കാണിക്കണം. ദെൻ ഫൈനലി ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ആറ്റം എക്കണോമി ഇത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഈ ഫാക്ടർ ഇത്രയാണ്, ഈ ഫാക്ടർ ലോവർ ആകണം, ലെസ് ഡൗൺ സ്ട്രീം ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നോ രണ്ടോ വേർഡ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കും അതിന്റെ ടോട്ടൽ ഷെയറും ആവറേജും എല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് ആണ്. യൂണിറ്റ് 1 to 4 ആണ് ബ്ലോക്ക് 1-നകത്ത് വരുന്നത്. ഡിസംബർ 2024 65 മാർക്സിനും ജൂൺ 2025 70 മാർക്സിനുമാണ് ബ്ലോക്ക് 1 എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ആവറേജ് നമുക്കൊരു 67.5% വരെ ബ്ലോക്ക് 1-ൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബ്ലോക്ക് 2 ആപ്ലിക്കേഷൻസ് ആണ്. യൂണിറ്റ് 5 to 8 ആണ് ബ്ലോക്ക് 2-നകത്ത് വരുന്നത്. ഡിസംബർ 2024 35ഉം ജൂൺ 2025 30 മാർക്സിനുമാണ് ബ്ലോക്ക് 2-ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു ആവറേജ് 32.5% മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബ്ലോക്ക് 2-ൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ബേസിസിൽ വരുന്ന ഒരു ഗ്രാഫ് പോലെ ഒരു റെപ്രസെന്റേഷൻ ആണത്. ലോങ് ആൻസർ ആണ് ഈ ഒരു ലൈൻ, ഈ ഒരു ഓറഞ്ച് കളർഡ് ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോങ് ആൻസർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ ഈ ഒരു ബ്ലൂ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ആൻസർ നോട്ട്സ്. ഈ ഒരു ഗ്രീൻ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്ലിക്കേഷൻസ് കേസ് സ്റ്റഡീസ് പോലുള്ളത്. യെല്ലോ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ എസ്റ്റിമേഷൻ, ദാറ്റ് മീൻസ് പ്രോബ്ലംസ്. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ കേസ് സ്റ്റഡീസ് എങ്ങനെയാണ്? ഏകദേശം ഒരു 5% to 10% ഇത്രയും, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 10% ഒക്കെയാണ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ലോങ് ആൻസേഴ്സ് 60 to 55% വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പ്രോബ്ലംസ് ആണെങ്കിൽ 10% എന്ത് ചെയ്യാം. പ്രോബ്ലംസ് മെയിൻ ആയിട്ടും വരുന്നുണ്ടാവുക ആറ്റം എക്കണോമി, ഇ ഫാക്ടർ. ഈ ഒരു പേപ്പറിനകത്ത് MCH 019 ആറ്റം എക്കണോമിയിൽ നിന്നും ഇ ഫാക്ടറിൽ നിന്നുമാണ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എങ്ങനെ നമുക്ക് ടൈം പ്രോപ്പർ ആയിട്ട് 3 hour എക്സാം 180 മിനിറ്റ് ആയിരിക്കും, 100 മാർക്ക് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാം? ലോങ് ആൻസർ നമ്മളൊരു 57% എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ആൻസർ 25%, ന്യൂമറിക്കൽ പ്രോബ്ലംസ് 10% ആൻഡ് കേസ് സ്റ്റഡീസ് 8% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 1.8 മിനിറ്റ് പെർ മാർക്ക്. ഓക്കെ, സോ ഒരു ലോങ് ആൻസർ ഒരു 3-4 എസ്സേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25 to 35 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യണം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരു 4 to 6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്യണം. അതുപോലെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 18 മിനിറ്റ്, 1-2 പ്രോബ്ലംസ് ഇതുപോലെ നമ്മൾ പ്രോബ്ലംസ് എഴുതുമ്പം എപ്പോഴും എന്ത് ചെയ്യണം, അതിന്റെ യൂണിറ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വിത്ത് യൂണിറ്റ് ആയിരിക്കണം നമ്മുടെ ആൻസർ വരുന്നത്. ഇനി കേസ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൈനൽ ആൻസർ ഒരു 5 to 7 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു 14 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള പ്രിൻസിപ്പിൾസും അതിന്റെ ജസ്റ്റിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റണം. എന്നാലും നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഏകദേശം ബാക്കിയായിട്ട് കിട്ടും. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എഴുതിയതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പ്രോബ്ലം ഒക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, അല്ലെങ്കിൽ യൂണിറ്റ് ഇടാൻ മറക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു 10 മിനിറ്റ്സിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം അശ്രദ്ധ കൊണ്ട് വരുന്ന മിസ്റ്റേക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യൂല, മാർക്ക് പോകൂല. നമ്മളൊരു സ്പെയർ 10 മിനിറ്റ്സ് നമ്മൾ അവസാനം കാണുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് വരുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ വരുന്നുണ്ട്, അതിന്റെ മെക്കാനിസംസ്, ഹ്യൂമൻ ഇമ്പാക്ട്സ് 2 തവണ ചോദിച്ചിട്ടുണ്ട്. കാറ്റാലിസിസ് എന്തുകൊണ്ടാണ് ഗ്രീൻ സിന്തസിസിൽ കാറ്റാലിസിസ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ PAC സ്കെയിൽ ഇൻഹിബിറ്റർ, അതിന്റെ ഐഡന്റിറ്റി, പ്രോസ് കോൺസ്, അതിന്റെ യൂസസ്, ആൾട്ടർനേറ്റീവ്സ്, അതും 2 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്ലോറിൻ ഫ്രീ ഡിലൈനിഫിക്കേഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, കാരണം ക്ലോറിൻ എല്ലാം ഹൈലി ഹാംഫുൾ ആണല്ലോ.
സോ അതെല്ലാം എന്താണ് അതിനെല്ലാം ഒരു ഗ്രീനർ ടെക്നോളജി എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. TAML ആക്ടിവേറ്റേഴ്സ് പൾപ്പ് ഇൻഡസ്ട്രിയിലും പേപ്പർ ഇൻഡസ്ട്രീസിലും TAML ആക്ടിവേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈനിങ് സേഫർ കെമിക്കൽ പ്രോഡക്ട്സ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാമ്പിൾ ഇല്ലാതെ എഴുതിയാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. സോ എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് നമുക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് മെൻഷൻ ചെയ്യാൻ പറ്റും. ദെൻ പ്ലാനിങ് എ സിന്തസിസ്, പ്രിഫേർഡ് റിയാക്ഷൻ ടൈപ്പ് ആൻഡ് സീക്വൻസസ്. അതായത് ഒരു ഗ്രീനർ സിന്തസിസിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന റിയാക്ഷൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്, അവിടുത്തെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. വൈൽഡ് ലൈഫ് ടോക്സിസിറ്റി, അതായത് ഹാംഫുൾ എഫക്റ്റ് ടു വൈൽഡ് ലൈഫ്, അതിന് ആ ഒരു ഹാംഫുൾ എഫക്റ്റ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പരിഹരിക്കാൻ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഹാംഫുൾ എഫക്റ്റിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം ഈ ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. ദെൻ സ്മോഗ് വേഴ്സസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പോലെ അതിന്റെ ഹാംസ് എന്തൊക്കെയാണ്. സോ അത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയം നമുക്ക് ടാബുലാർ ആയിട്ടൊക്കെ എഴുതാം. സോ നോക്കുന്ന ആൾക്കും തന്നെ എന്താകും, ഒന്നും കൂടി ഈസി ആയിട്ട് വാല്യൂ ചെയ്യാനും പറ്റും. സോ സ്മോഗ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന രണ്ട് ഡിഫറെന്റ് ഹെഡിങ്ങിൽ തന്നെ എന്ത് ചെയ്യാം, അതിന്റെ ഡിഫറൻസസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ സേഫ് മറൈൻ ആന്റി ഫൗളൻസ് DCOI കമ്പയർഡ് ടു TBTO, എന്താണ് അത്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഏതൊക്കെയാണ് സേഫ് ആയിട്ടുള്ള ആന്റി ഫൗളൻസ്, എന്തുകൊണ്ടൊക്കെയാണ് അവർ സേഫ് ആകുന്നത്, അവരുടെ ബയോഡിഗ്രഡേഷൻ എങ്ങനെയൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബുപ്രോഫൻ ഫ്രം ഐസോബ്യൂട്ടൈൽ ബെൻസിൻ റിയാക്ഷൻ സ്കീം, ഈ ഒരു സിന്തസിസ് ചോദിച്ചു കഴിഞ്ഞാൽ സിന്തസിസ് ഓഫ് ഐബുപ്രോഫൻ എന്ന പെർട്ടിക്കുലർ ഹെഡിങ്ങിന്റെ അണ്ടറിൽ തന്നെ ആ ഒരു റിയാക്ഷൻ നമ്മൾ കൊടുക്കാൻ നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആ റിയാക്ഷനിൽ വരുന്ന ഓരോ റിയേജൻസിന്റെയും ഓരോ റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെ, അതായത് ഓരോ കോമ്പൗണ്ട്സിന്റെയും പേരും കൂടെ നെയിമും കൂടെ എന്ത് ചെയ്യാം, കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PGയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ ഇതിനകത്ത് ഓസോൺ ഡെപ്ലീഷൻ എന്ന ആ ഒരു ടോപ്പിക്, ഓസോൺ ഡെപ്ലീഷൻ മെക്കാനിസം ആൻഡ് ഇമ്പാക്ട്, ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഗ്ലോബൽ എൻവറോൺമെന്റൽ എഫക്ട് എന്ന യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കാണ്. 2 തവണ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് എക്സ്പെക്ടഡ് മാർക്ക് എന്ന് പറയുന്നത് 4.5 ആണ്. കെറ്റാലിസിസ്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ബ്ലോക്ക് 1 യൂണിറ്റ് 2 കെറ്റാലിസിസ് എന്ന യൂണിറ്റിനകത്ത് നിന്ന് വരുന്നതാണ്. അവിടുന്ന് 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2.3 ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ PAC ഇൻഹിബിറ്റർ, അതിന്റെ ഐഡന്റിറ്റി, പ്രോസ്, കോൺസ്, യൂസസ്, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 8 വരുന്ന ഒരു ടോപ്പിക്കാണ്. ബയോഡിഗ്രേഡബിൾ പോളി ആസ്പാർട്ടേറ്റ് ആൻഡ് പോളിമേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിനകത്തൊരു ടോപ്പിക്കാണത്. അവിടുന്ന് 2 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് എക്സ്പെക്ടഡ് മാർക്ക് എന്ന് പറയുന്നത് 4.5 ആണ്. ക്ലോറിൻ ഫീ ഡിലൈനിഫിക്കേഷൻ TAML ബ്ലോക്ക് 2 യൂണിറ്റ് 7 ടോപ്പിക്കാണത്. ഓക്സിഡന്റ് ആക്ടിവേറ്റേഴ്സ് പേപ്പർ ഡിലൈനിഫിക്കേഷൻ എന്ന യൂണിറ്റിനകത്തൊരു ടോപ്പിക്കാണ് ഈ ക്ലോറിൻ ഫ്രീ ഡിലൈനിഫിക്കേഷൻ എന്നുള്ളത്. 2 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 4 ആണ് ആവറേജ് മാർക്ക്. ഡിസൈനിങ് സേഫർ കെമിക്കൽ പ്രൊഡക്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡിസൈൻ മെത്തേഡ്സ് എന്ന യൂണിറ്റിനകത്ത് വരുന്നതാണ്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്ലാനിങ് ഗ്രീൻ സിന്തസിസ് പ്രിഫേർഡ് റിയാക്ഷൻസ് സീക്വൻസസ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണത്. അവിടുന്ന് 1 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 5 ആണ്. ദെൻ വൈൽഡ് ലൈഫ് ഹാംഫുൾ എഫക്ട് ആൻഡ് അപ്രൈസൽ. സോ ഇത് യൂണിറ്റ് 4 വൈൽഡ് ലൈഫ് ടോക്സിസിറ്റി എന്ന യൂണിറ്റിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 1 തവണയാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. 4 മാർക്കിനായിരുന്നു ആവറേജ് മാർക്ക്. സ്മോഗ് വേഴ്സസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ലോക്കൽ എൻവിറോൺമെന്റൽ എഫക്ട് എന്ന യൂണിറ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. 1 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ DCOI വേഴ്സസ് TBTO ആന്റി ഫൗളൻസ്, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 സേഫ് മറൈൻ ആന്റി ഫൗളൻസ്. 1 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 4 മാർക്സിന്. ഗ്രീൻ ഐബുപ്രോഫൻ
റൂട്ട് ഫ്രം ഐസോബ്യൂട്ടൈൽ ബെൻസീൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഒരു ടോപ്പിക് ആണത്. അവിടുന്ന് ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത്രയും നമ്മൾ ഷെയർ, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഗ്രാഫ് പോലെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഒരു പ്രാക്ടീസ് പോലെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, എത്ര ടൈം നമ്മൾ ഒരു ക്വസ്റ്റിനകത്ത് സ്ട്രക്ചറിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന് ഒരു ആൻസർ നമ്മൾ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യണം. ഇപ്പം ടു പാസ് ടൈം, അതായത് ഇപ്പൊ ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിനകത്ത് ഏതൊക്കെ കീ പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, ആ കാര്യങ്ങൾ നമ്മൾ ഒരു 5 മിനിറ്റിൽ പ്ലാൻ ചെയ്യുക. ദെൻ ഒരു 10 to 12 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി തീർക്കുക. പിന്നെ അതിനകത്ത് എന്ത് ചെയ്യാം, കീ വേർഡ്സ് നമുക്ക് ഓർത്ത് വെക്കാം, കീ പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, നമ്മൾ ജസ്റ്റിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണോ, എക്സാമ്പിൾസ് വേണോ, കാൽക്കുലേഷൻസ് വേണോ, ആ കാര്യങ്ങളെല്ലാം, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആവണം. ഫസ്റ്റ് ഡെഫിനിഷൻ, ദെൻ പ്രിൻസിപ്പിൾസ്, ദെൻ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻസ്, ദെൻ എക്സാമ്പിൾസ്, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ എഴുതുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ വാല്യൂസ് ആണ് നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതുന്നു. ദെൻ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ദെൻ നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്ന ഫൈനൽ ആൻസർ എഴുതുന്നു. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. ഇനി ഇവിടെ ബ്ലോക്ക് 1 ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്നാണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഹൈ എന്ന് കാണിച്ചിട്ടുള്ള ബ്ലോക്ക് 1 യൂണിറ്റ് 2 കാറ്റാലിസിസ് ഇൻ ഗ്രീൻ കെമിസ്ട്രി 70% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ ആണ്. പിന്നെ വരുന്നത് യൂണിറ്റ് 4 ആണ്, ഓസോൺ ഡിപ്ലീഷൻ മെക്കാനിസം ആൻഡ് എഫക്ട് 70% പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. ബാക്കി ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് യൂണിറ്റ് 3 ഡിസൈനിങ് സേഫർ കെമിക്കൽസ് ആൻഡ് കെമിക്കൽ പ്രോഡക്ട്സ് 50% ആണ് പ്രോബബിലിറ്റി വരുന്നത് മീഡിയം കാറ്റഗറിയിൽ. ബാക്കി എല്ലാ യൂണിറ്റ്സും നീഡ് ഓഫ് ഒറിജിൻ ആൻഡ് ഗ്രീൻ കെമിസ്ട്രി, അത് കഴിഞ്ഞ് അനലിറ്റിക്കൽ മോണിറ്ററിംഗ് ഇൻ പ്രോസസിംഗ് ടൂൾസ്, ലോക്കൽ എഫക്ട്സ്, സ്മോഗ് വേഴ്സസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ഈ യൂണിറ്റുകളെല്ലാം ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബോപ്രോഫൻ, ഇത് ബ്ലോക്ക് 2 വരുന്ന യൂണിറ്റ്സ് ആണ്. ഇതിനകത്ത് ഹൈ കാറ്റഗറിയിൽ വരുന്നത് ക്ലോറിൻ ഫ്രീ ഡിലൈനിഫിക്കേഷൻ TAML, പോളിയാസ്പാർട്ടേറ്റ് PAC ഇൻഹിബിറ്റേഴ്സ്. ദെൻ ഇതിനകത്ത് ലോ കാറ്റഗറിയിൽ വരുന്ന 2 യൂണിറ്റ്സ് ആണ് ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബോപ്രോഫനും സേഫ് മറൈൻ ആന്റിഫൗളൻസ് എന്നുള്ളത്. ഓക്കെ. സോ നമ്മള് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മള് കാറ്റാലിസിസ് യൂണിറ്റ് 2 എന്ത് ചെയ്യാൻ പാടില്ല, ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എന്താണെങ്കിലും ഈ ഒരു പേപ്പർ നമ്മൾ എക്സാം എഴുതുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് പറയുന്നത്. യൂണിറ്റ് 2 കാറ്റാലിസിസ് എന്ന ടോപ്പിക്, യൂണിറ്റ് 4 നിന്നുള്ള ഓസോൺ ഡെപ്ലീഷൻ പഠിക്കുന്ന സമയത്ത് ആ ഒരു ചെയിൻ റിയാക്ഷന്റെ മെക്കാനിസം, ഫൈനലി എങ്ങനെയാണ് ആ ഒരു എന്താ പറയാ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുന്നത്, ആ കാര്യം കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ദെൻ യൂണിറ്റ് 7 TAML ഡിലൈനിഫിക്കേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻസും അതിനകത്ത് ആ ഒരു സേഫർ റിയേജൻസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അത് പെർട്ടിക്കുലർലി എന്ത് ചെയ്യാം, നോട്ട് ചെയ്തിട്ട് പോവാം. ദെൻ യൂണിറ്റ് 8 PAC ഇൻഹിബിറ്റേഴ്സ്, ഈ ഒരു ഭാഗത്ത് നിന്ന് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും തിയറിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ യൂണിറ്റ് 3 ഡിസൈനിങ് സേഫർ കെമിക്കൽസ്, അത് ഇപ്പൊ മേ ബി ഒരു കേസ് സ്റ്റഡി പോലെ കുറച്ച് ഡാറ്റാസ് എല്ലാം തന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫർ കെമിക്കൽ പ്രൊഡക്റ്റ് ഏതാണ്, ആ സേഫർ കെമിക്കൽ പ്രൊഡക്റ്റ് സിന്തസിസ് എങ്ങനെയൊക്കെ പോസിബിൾ ആകും, സോൾവെന്റ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നാച്ചുറലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ മേ ബി എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോ കാറ്റാലിസിസ് ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് കാറ്റാലിസിസ്, ഓസോൺ ഡിപ്ലീഷൻ മെക്കാനിസം, TAML ആക്ടിവേറ്റേഴ്സ്, ക്ലോറിൻ ഫ്രീ ഡിലൈനിഫിക്കേഷൻ, PAC ഇൻഹിബിറ്റേഴ്സ്, അതിന്റെ യൂസസ്, പ്രോൺസ്, കോൺസ്. ഇനി നമ്മളിവിടെ സ്ട്രാറ്റജിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കീവേഡ്സ് എല്ലാം നമുക്ക് ഓർത്ത് വെക്കാം. ഇപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിക്കി നോട്ട്സിലെല്ലാം നമ്മുടെ ആ കീവേഡ്സ് എല്ലാം എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണ്
പെട്ടെന്ന് കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്നിടത്ത് ആ കീവേഡ്സ് എല്ലാം എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സോ നമ്മൾ എപ്പോഴും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കീവേഡ് നമ്മളെ മൈൻഡിൽ അവിടെ കിടക്കും. പിന്നെ ആ ഒരു കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡെഫിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വളരെ ബ്രീഫ് ആയിട്ട് നമ്മളെ മൈൻഡിൽ നമുക്കൊരു ആൻസർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതെല്ലാം നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾസ് എല്ലാം പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടും വരുന്ന ഒന്ന് രണ്ട് വേർഡ്സ് ഓർത്ത് വെച്ചിട്ട് ആ പ്രിൻസിപ്പിൾ നമ്മൾ ഇലാബറേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി സേഫർ, ഇനി മീഡിയം. സോ നമ്മളിപ്പം പറഞ്ഞ ഈ ടോപ്പിക്സ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എന്താണെങ്കിലും പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ഒരു രണ്ടിൽ കൂടുതൽ തവണയെ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് തന്നെ പോവാൻ വേണ്ടിയിട്ട് നോക്കുക. മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസൈനിങ് സേഫർ കെമിക്കൽസ് എന്നുള്ളത്. സോ ഇവിടെയും ആൻസറിനകത്ത് ഡെഫിനിഷൻ വേണം, പ്രിൻസിപ്പിൾ വേണം, എക്സാമ്പിൾ വേണം. അതുപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ജസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലോ പ്രയോറിറ്റിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബുപ്രോഫൻ, DCOI വേഴ്സസ് TBTO ആന്റി ഫൗളൻസ്, സ്മോഗ് വേഴ്സസ് ഫോട്ടോകെമിക്കൽ സ്മോഗ്, നീഡ് ആൻഡ് ഒറിജിൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, അനലിറ്റിക്കൽ മോണിറ്ററിംഗ് ടൂൾസ് എന്നുള്ളത് സമ്മറി ഷീറ്റ്സ് ആക്കിയിട്ടും അങ്ങനെ കുറച്ചൊരു 80 to 100 വേർഡ്സിലെല്ലാം ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഐബുപ്രോഫിന്റെ കേസിൽ ഡയഗ്രാം വരുന്നുണ്ടല്ലോ, സോ അതെല്ലാം ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്, നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെർമിനൽ ആൻഡ് എക്സാമിനേഷൻസിന്റെ ബേസിസിലും മാറി വരുന്ന പാറ്റേൺസിന്റെയും സിലബസിന്റെയും ബേസിസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. സോ 1 hour ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള നമ്മുടെ എക്സാം ഡ്യൂറേഷൻ വരുന്നുണ്ടാവുക. മാക്സിമം മാർക്ക് 25 മാർക്കാണ്. സോ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത്, ഡിസ്കസ് ഹൗ കാറ്റലിസ്റ്റ് സെലക്ടിവിറ്റി ഇൻഫ്ലുവൻസസ് ആറ്റം എക്കണോമി ഇൻ മൾട്ടി സ്റ്റെപ്പ് സിന്തസിസ്. സപ്പോർട്ട് യുവർ ആൻസർ യൂസിങ് ദി ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻസ് ബിലോ. അതായത് ഒരു കാറ്റലിസ്റ്റ് സെലക്ടിവിറ്റി എത്രത്തോളം ആറ്റം എക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു മൾട്ടി സ്റ്റെപ്പ് സിന്തസിസിൽ. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് തന്നെ, ഇപ്പം കാറ്റലിസ്റ്റിന്റെ കേസിൽ തന്നെ ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം. കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഒരു കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന്റെ സെലക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാകും. അതായത് ഹയർ സെലക്റ്റീവ് ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റ് കൊണ്ട് ഡിസയേർഡ് പ്രൊഡക്റ്റിന്റെ ഈൽഡ് ആയിരിക്കണം കൂടുന്നത്. ഓക്കെ, ബൈ പ്രൊഡക്ട്സിന്റെ എമൗണ്ട് കുറയണം. അങ്ങനെ വരുമ്പം എന്താണ്, ഒരു മേജർ പോർഷൻ ഓഫ് ദ റിയാക്ടന്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ്. അവിടുത്തെ വേസ്റ്റ് പ്രൊഡക്റ്റ് കുറവായിരിക്കും. സോ ഒബീവിയസ് ആയിട്ടും അതെന്താണ്, ഗ്രീൻ കെമിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഗ്രീൻ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബൈ പ്രൊഡക്റ്റ് കുറക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് പ്രിവെൻഷനും കൂടെയാണ് അവിടെ നടക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം, അത്തരം പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ ഹൗ ഡിഫറെന്റ് കാറ്റലിറ്റിക് ചോയ്സസ് ഇൻ സ്റ്റെപ്പ് 2 മേ റെഡ്യൂസ് ദി ഓവറോൾ വേസ്റ്റ് പ്രൊഫൈൽ. അതായത് ഈ സ്റ്റെപ്പ് 2 നോക്കിക്കഴിഞ്ഞാൽ B to C ആണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു ഹൈലി സെലക്റ്റീവ് കാറ്റലിസ്റ്റ് അല്ല യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഓഫ് ബൈ പ്രൊഡക്റ്റ് കൂടും, എമൗണ്ട് ഓഫ് ഡിസയേർഡ് പ്രൊഡക്റ്റ് കുറയും. അങ്ങനെ വരുമ്പം ഈ C to D എന്ന സ്റ്റെപ്പിലും എന്താകും, ഡിയുടെ എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈലി സെലക്റ്റീവ് കാറ്റലിസ്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ സിയുടെ എമൗണ്ട് കൂടും, സിയുടെ എമൗണ്ട് കൂടിയാൽ ഒബീവിയസ് ആയിട്ടും ഡിയുടെ എമൗണ്ടും കൂടും. ഓക്കെ, അങ്ങനെ അത്തരം പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻസും കൊടുത്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത്, എ കോസ്റ്റൽ ഡിസ്ചാർജ് ഫെസിലിറ്റി reports recurring biofouling issue and is evaluating eco-safer anti-foulants. Given the data below, recommend the most sustainable choice. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഡാറ്റാസ് ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ LC50 എന്ന് പറയുന്ന ഈ ഒരു കെമിക്കല്
0.8 മില്ലിഗ്രാം പെർ ലിറ്ററേ ഉള്ളൂ. എന്നിട്ടും അത് ബയോഡിഗ്രേഡ് ചെയ്യാൻ ഏകദേശം 120 ഡേയ്സ് എടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ഹൈലി ടോക്സിക്. എന്നാൽ കോമ്പൗണ്ട് വൈയിലോട്ട് വരുമ്പം 12 മില്ലിഗ്രാം പെർ ലിറ്റർ ഉണ്ട്. ബയോഡിഗ്രേഡേഷന് 25 ഡേയ്സ് കൊണ്ട് ബയോഡിഗ്രേഡബിൾ ആവുന്നുണ്ട്. കോമ്പൗണ്ട് ഇസെറ്റ് ആണെന്നുണ്ടെങ്കിൽ 15 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. 20 ഡേയ്സ് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ബയോഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഈസിലി ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ അതെന്താണ്, ഗ്രീൻ കെമിസ്ട്രിയെ ഫേവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഇവിടെ കോമ്പൗണ്ട് ഇസെറ്റ് ആയിരിക്കും എന്ത്, എക്സിന്റെ കാര്യം. ഇനി ഇതിന്റെ സർഫസ് ബൈൻഡിങ് എഫിഷ്യൻസിയും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. സർഫസ് ബൈൻഡിങ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഷിപ്പിന്റെ ബോഡിയിലൊക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കോമ്പൗണ്ട് എക്സിന് ഹൈ ബൈൻഡിങ് എഫിഷ്യൻസി ആണെങ്കിൽ കൂടിയും അതിന്റെ ബയോഡിഗ്രഡേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. സോ അത് ഹൈലി ടോക്സിക് ആണ്. സോ കോമ്പൗണ്ട് എക്സ് എന്തായിരിക്കും, ഹൈലി ടോക്സിക് ആയിരിക്കും. കോമ്പൗണ്ട് ഇസെഡ് ആണ് കമ്പാരിറ്റീവ്ലി നോൺ ടോക്സിക് ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇത്തരം പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി മെക്കാനിസം ഓഫ് ഓസോൺ ഡെപ്ലീഷൻ. Explain the mechanism of ozone depletion by nitrogen oxides using the data below. Provide balanced equations and brief a note on the chain propagation steps. അല്ലെ, സോ നമുക്കറിയാം ഓസോൺ ഡെപ്ലീഷന് കാരണമാവുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്ന ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. സോ ആ ചെയിൻ റിയാക്ഷൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാറ്റലിസ്റ്റ് റീജനറേഷൻ സ്റ്റെപ്പ് വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ റിയാക്ഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതോടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ചെയ്യണം, ഇക്വേഷൻ ബാലൻസ് ചെയ്യണം നമ്മൾ. പിന്നെ വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് വൈ സച്ച് കോൺസെൻട്രേഷൻസ് ആക്സിലറേറ്റ് ഓസോൺ തിന്നിങ്. എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ ഓസോൺ തിന്നിങ്ങിന് കാരണമാകുന്നത്? ആക്ച്വലി നമ്മൾ പറഞ്ഞു ഇതൊരു ചെയിൻ റിയാക്ഷനാ. ചെയിൻ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ, ആ 3 സ്റ്റെപ്സ് ആയിരിക്കുമല്ലോ ചെയിൻ റിയാക്ഷനകത്ത് വരുന്നുണ്ടാവുക. സോ അതിനകത്ത് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപാട് തവണ നടക്കും ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്പിൽ. അതായത് ഒരുപാട് തവണ NO എന്ന കെമിക്കല് NO2 എന്ന കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് ഫൈനലി ആയിരിക്കും ആ ഒരു ടെർമിനേഷൻ സ്റ്റെപ്പ് നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, ഓസോൺ തിന്നിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ പേപ്പർ മിൽ ഈസ് കൺസിഡറിംഗ് സ്വിച്ചിങ് ടു എ TAML ബേസ്ഡ് ഓക്സിഡേഷൻ സിസ്റ്റം. യൂസ് ദി കൈനറ്റിക് ഡാറ്റ ബിലോ ടു ഇവാലുവേറ്റ് ദി എൻവിറോൺമെന്റൽ ആൻഡ് ഓപ്പറേഷണൽ അഡ്വാൻറ്റേജസ്. എക്സ്പ്ലെയിൻ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് എഫ്ലുവന്റ് ലോഡ് ആൻഡ് എനർജി യൂസ്. സോ TAML സിസ്റ്റം നമുക്കറിയാം. TAML സിസ്റ്റം എങ്ങനെയാണ്, ഒന്നും കൂടെ സേഫർ ആണ്, ക്ലീനർ ഡിലൈനിഫിക്കേഷൻ പ്രോസസ് ആയിരിക്കും. അതായത് ഇവിടുത്തെ AOX ലെവൽ ഡ്രോപ്പ് ചെയ്യും. 62 മില്ലിഗ്രാം പെർ ലിറ്ററിൽ നിന്ന് 4 മില്ലിഗ്രാം പെർ ലിറ്ററിലോട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യും. അതെന്താണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ എഫ്ലുവന്റ് ടോക്സിസിറ്റി റെഡ്യൂസ് ആവാണ് ചെയ്യുന്നത്. അതായത് എൻവിറോൺമെന്റൽ ബേർഡൻ റെഡ്യൂസ് ആവാണ് ചെയ്യുന്നത്. ഇവിടുത്തെ റിയാക്ഷൻ ടൈം ഡിക്രീസ് ചെയ്യും. അതായത് ഇനീഷ്യലി 45 മിനിറ്റ്സ് ആണ് റിയാക്ഷൻ ടൈം എന്നുണ്ടെങ്കിൽ അത് പിന്നീട് 18 മിനിറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. സോ എനർജി സേവിങ് നടക്കുന്നുണ്ട്, ഹൈ പ്രോസസ് എഫിഷ്യൻസിയും വരുന്നുണ്ട്. കാറ്റലിസ്റ്റ് റിക്വയർ ചെയ്യുന്നത് ഓൺലി 0.2 മോൾ പെർസെന്റേജ് ആണ്. അതും എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ ഇത്തരം പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെയും ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ആറ്റം എക്കണോമി ആൻഡ് ഇ ഫാക്ടർ ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ സിന്തസിസ് ബിലോ. സോ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ റിയാക്ഷൻ ആണ് നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിലോട്ട് എടുത്തെഴുതാം. X 150 gram per mole plus Y 15 gram per mole gives Z 160 gram per mole plus waste 40 gram per mole എന്നുള്ളത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള വാല്യൂസ് എഴുതാം. ആക്ച്വൽ ഐസൊലേറ്റഡ് yield of Z 70%, ടോട്ടൽ വേസ്റ്റ് ജനറേറ്റഡ് പെർ ബാച്ച് 40 കിലോഗ്രാം, പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് പെർ ബാച്ച് 12 കിലോഗ്രാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോട്ട് ഒന്നും കൂടെ നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിനകത്തോട്ട് നമ്മൾ എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ ആറ്റം എക്കോണമി ജസ്റ്റ് ഒന്ന് ഒരൊറ്റ വരിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആറ്റം എക്കോണമി ആക്ച്വലി എന്താണ് മെഷർ ചെയ്യുന്നത്, എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് റിയാക്ടന്റ് ആറ്റംസ് ഡിസൈർഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരൊറ്റ വാക്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതിന്റെ ഫോർമുല എഴുതുക. ആറ്റം എക്കോണമി ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഡിസൈർഡ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി സം ഓഫ് ദി മോളിക്കുലാർ വെയിറ്റ് ഓഫ് റിയാക്ടൻസ് ഇൻറ്റു 100.
സോ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? മോളിക്കുലാർ വെയിറ്റ് ഓഫ് എക്സ് അറിയാം, മോളിക്കുലാർ വെയിറ്റ് ഓഫ് വൈയും അറിയാം. സോ മോളിക്കുലാർ വെയിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 150 ഗ്രാം പെർ മോൾ ആണ്. മോളിക്കുലാർ വെയിറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് 50 ഗ്രാം പെർ മോൾ ആണ്. സോ ടോട്ടൽ റിയാക്ടൻസിന്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയായിരിക്കും? 150 പ്ലസ് 50 200 ഗ്രാം പെർ മോൾ. ഇനി മോളിക്കുലാർ വെയിറ്റ് ഓഫ് പ്രൊഡക്റ്റ് നമുക്കറിയാം 160 ഗ്രാം പെർ മോൾ ആണ്. സോ നമുക്ക് ആറ്റം എക്കോണമി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മോളിക്കുലാർ പ്രൊഡക്റ്റ് ഓഫ് desired weight 160 divided by molecular weight of reactants 200 into 100. 200 into 100. സോ ആറ്റം എക്കോണമി നമുക്ക് എത്ര കിട്ടും? 80% എന്ന് കിട്ടും. ഇനി ഈ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഈ ഫാക്ടർ എന്താണെന്ന് ഒറ്റ സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫാക്ടർ ആക്ച്വലി എന്താ മെഷർ ചെയ്യുന്നത്? എത്ര വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പെർ കിലോഗ്രാമിൽ നിന്ന് എത്ര വേസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ഈ ഫാക്ടറിന്റെ ഫോർമുല എഴുതാം. ഈ ഫാക്ടർ ഇസ് ഈക്വൽ ടു ടോട്ടൽ വേസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ഫോമഡ്. ഇവിടുത്തെ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് 48 കിലോഗ്രാം ആണ്, പ്രൊഡക്റ്റ് ഫോമഡ് 12 കിലോഗ്രാം ആണ്. സോ ഈ ഫാക്ടർ എത്ര ആയിരിക്കും? 48/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 4. ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കാണിച്ചിട്ട് വേണം ഇതിന്റെ ഒരു ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ഔട്ട്ലൈൻ ദ ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബോപ്രോഫൻ യൂസിങ് ദി കൺസോളിഡേറ്റഡ് കാറ്റലിറ്റിക് റൂട്ട്, യൂസ് ദ ഫോളോയിങ് പ്രോംപ്റ്റ്. അതായത് ആ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആ മെക്കാനിസം, റിയാക്ഷൻ ടൈപ്പ് കാണിക്കണം. എന്താണ് കൺസോളിഡേറ്റഡ് കാറ്റലിറ്റിക് റൂട്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അവിടെ എന്താണ് ഐബോപ്രോഫൻ സൈഡ് സെലക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. CH ഫംഗ്ഷനലൈസേഷൻ നടക്കുന്നുണ്ട്, സെലക്റ്റീവ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യും? ആ ഒരു സീക്വൻസിനെ ഷോർട്ടൻ ചെയ്യും. അതുവഴി ആറ്റം എക്കോണമി ഇംപ്രൂവ് ചെയ്യും, റെഡ്യൂസസ് വേസ്റ്റ് ആൻഡ് ഹസാർഡസ് റിയേജൻസ്. ഇത്തരം കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ട് ആ മെക്കാനിസം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് lab must choose 3 reagents R1, R2, R3 to perform a selective oxidation. Evaluate the greenness of each based on the criteria below. നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഡാറ്റാസ് വെച്ചിട്ട് ഇതിനകത്ത് ഏതാണ് ബെസ്റ്റ്, ഇതിനകത്ത് ഏതാണ് നല്ലത് ചീത്തത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് വേണ്ടത്. സോ ഈ ഡാറ്റാസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഹസാർഡ് റേറ്റിംഗ് ലോ വരുന്നത് R3ക്കാണ് അല്ലെ. സോ സോൾവെന്റ് റിക്വയർഡ് ഏതായിരിക്കും? ക്ലോറിനേറ്റഡ് ആണോ വാട്ടർ ആണോ? വാട്ടർ ആയിരിക്കും ഒബീവിയസ് ആയിട്ട്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് R3 ആണ് എന്ത് ബെസ്റ്റ് ഗ്രീനസ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത്. കാരണം അതെന്ത് ചെയ്യാണ്? ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസുമായിട്ട് എന്താണ് ലൈ ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസുമായിട്ട് മാച്ച് ചെയ്യുന്നത് R3 ആണ്. അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ഹസാർഡ് കുറവായിരിക്കും, സേഫർ സോൾവെന്റ്സ് ആണ്, ടോക്സിക് വേസ്റ്റ് കുറവാണ്, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ എങ്ങനെ നമ്മൾ ഒരു ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യണം, ടൈമിലി നമ്മൾ എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം, ആ കാര്യങ്ങളെല്ലാം, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മുടെ എക്സാംസ് പോയി അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ആ ഒരു ടോപ്പിക്സ് ഇപ്പം ഒരു 5 മാർക്സിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 8ഓ 9ഓ മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ നോക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു 5 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യാം, പഠിക്കാൻ നോക്കുക. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫ്രം ദി ലേൺ വൈസ് ടീം. നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എപ്പോഴും എന്തുണ്ട്, എല്ലാ കോൺഫിഡൻസും എന്തിനാണെങ്കിലും, അതായത് എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സോ എന്റെ എല്ലാ ലേണേഴ്സിനും ലേൺ വൈസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.